ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും വീഡിയോസൊക്കെ കാണലുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. കുറേ പേര് ഉണ്ടാക്കിയിട്ടുള്ള ഫോട്ടോസ് അയച്ചിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ കാണാം. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ വീഡിയോസ് നോക്കി ഉണ്ടാക്കിയത് നന്നായി ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ കേൾക്കും. നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് നമ്മൾ ഉണ്ടാക്കിയൊരു സാധനം ഒരാൾ ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറഞ്ഞത് നമ്മുടെ കൂൺ കറിയാണ്. കൂൺ പാൽ കറി. കൂണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രതിരോധ ശക്തി വളരെ കൂട്ടുന്ന ഒരു വെജിറ്റബിൾ ആണ്. നമ്മളിപ്പോൾ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മീനിലൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അത് മീറ്റൊന്നും കഴിക്കാത്തവർക്ക് പക്ഷെ പകരം കൂണ് കഴിച്ചാൽ അതൊക്കെ ബാലൻസ് ആവും. ഇപ്പം തന്നെ കൊറോണ പിടിവെട്ടൊക്കെ കഴിഞ്ഞ് നമ്മളെ ബോഡി ഭയങ്കര വീക്കായിക്കും. അതിനൊക്കെ അത്യുത്തമാണ് കേട്ടോ ഈ കൂണ്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഈസി ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് എല്ലാത്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്, വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതാ നമ്മുടെ കൂൺ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂണോളം ബട്ടറും ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, ഓയിൽ ഉപയോഗിക്കാം, ഒക്കെ ഉപയോഗിക്കാം. ഞാൻ ഇതിൽ ചെയ്തപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാൻ ഈ ഒലീവ് ഓയിലും ബട്ടറും ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനിതാ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും, ഒരു 4 ചുള ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളിയും, അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ പീസ് ഇഞ്ചി ഉണ്ട്, അത് രണ്ടും കൂടി ഓയിലിലേക്ക് ചേർത്ത് വെക്കും. നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു മൂത്ത് വരുന്ന സമയത്ത് ഇനി ഒരു സവാളയാണ്, ഒരു മീഡിയം സൈസ് സവാള ഞാൻ കനം കുറച്ച് അരിഞ്ഞ് വെച്ചുകൊണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കട്ടെ. ഉള്ളിയൊക്കെ നമുക്ക് നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതാ നമ്മൾ ഉള്ളിയൊക്കെ കളറൊക്കെ മാറി തുടങ്ങി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പച്ചമുളക്, ഒരു 5 പച്ചമുളക്, കാരണം നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളക് ആയതുകൊണ്ട് തന്നെ എരിവുള്ള ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിൻ്റെ കൂടെ വയ്ക്കുക. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, ചേർത്ത് കൊടുക്കട്ടെ. തീ കുറച്ചിട്ടിട്ട് വേണേ ചെയ്യാൻ. പിന്നെ ഇതാ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതാ ഒരു 1/2 ടീസ്പൂണ് വറ്റൽമുളക് ചതച്ചത്. ഇതിപ്പോൾ ഓപ്ഷണലാണ്, പകരം കുരുമുളക് തന്നെ കൂട്ടിയിട്ടാലും മതി. അതൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നത്. ഇതാ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. തീ കുറച്ചിടണേ. ഇനി നമുക്ക് കൂണ്, ഇതാ ഞാൻ മഞ്ഞൾ വെള്ളത്തിൽ 1/2 മണിക്കൂർ ഇട്ട് വെച്ചാൽ, അതുവേ കൂണിൽ എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മഞ്ഞൾ വെള്ളത്തിൽ 1/2 മണിക്കൂർ ഇട്ട് വെച്ച് പിന്നെ നന്നായി കഴുകി മുറിച്ചിട്ടെടുത്താണ് ഞാൻ ചേർത്തി കൊടുക്കട്ടെ ഇതിലേക്ക്. ഇതിപ്പോൾ 250 ഗ്രാമാണ് ഉള്ളത് കൂണ്. അപ്പോൾ ഞാനിത് ചേർത്തതിന് ഇതിൻ്റെ കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 4 ആൾക്കുള്ള കറിയാണ്. ഇതന്നെ ഇപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ മല്ലിപ്പൊടി ചേർത്തില്ലേ, ആ പൊടി ചേർക്കുമ്പോൾ 1 ടേബിൾ സ്പൂണോ മൈദയൂടി ചേർത്ത് വെക്കുക. അപ്പോൾ നല്ല കറി കൂടുതലും ഉണ്ടാവും. നമുക്കെല്ലാം വെള്ളമൊക്കെ കുറച്ച് ഒഴിച്ചാൽ നല്ല കട്ടിയും ഉണ്ടാവും. ബാച്ചിലേഴ്സിനൊക്കെ കൂടുതൽ ആൾക്കാരുണ്ടാകുമല്ലോ, 10 ആൾക്കാരൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു ഇത്തിരി ഇട്ടാൽ മതി. ഒരു 2 ടീസ്പൂൺ മൈദപ്പൊടി കൂടി ചേർത്താൽ കറിക്ക് കുറച്ച് കട്ടിയും ഒക്കെ കൂടുക. അപ്പോൾ ഞങ്ങൾ കുറച്ചാളല്ലല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ മൈദപ്പൊടി ചേർത്തിട്ടില്ല. ഇതാ ഞാൻ കൂണൊക്കെ നമ്മളെ മസാലേൻ്റെ കൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഫ്രഷ് ഗ്രീൻ പീസാണ്. നമ്മൾ ഉണങ്ങിയതാണെങ്കിൽ നമ്മൾ സാധാ വേവിക്കും പോലെ അധികം വെന്തോവാണ്ട് വേവിച്ചിട്ട് ഒരു 1/2 കപ്പ് ഇട്ട് കൊടുക്കുക. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. ഈ കൂടിൻ്റെ കൂടെ ഗ്രീൻ പീസ് കൂടി ഇതൊന്നുകൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി വഴറ്റാം. അപ്പോൾ കൂണിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണേ. ചൂടുവെള്ളം മാത്രമേ ചേർക്കാവേ, കാരണം ചിലപ്പോൾ പച്ചവെള്ളം ചേർത്താലേ ഈ കൂണൊക്കെ നമ്മൾ കുറേ നേരം വഴറ്റിയല്ലേ, ഇതൊക്കെ ഒരു കല്ലിച്ചു പോലെ ആയിപ്പോ, വേവാത്ത പോലെ. ഇനി നമുക്കിതൊരു 5-6 മിനിറ്റ് അടിച്ചു വെച്ച് വേവിക്കുക. പെട്ടെന്ന് വെന്തോളും കൂണൊക്കെ. അപ്പോൾ ഇതാ നമ്മുടെ കൂണൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചുള്ളൂ, വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി ഞാനിതാ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ലെമൺ ജ്യൂസാണ്. ഇതിൻ്റെ ഒക്കെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ കുറച്ച് മതി. അപ്പോൾ തക്കാളി അങ്ങനെ പുളിക്കൊന്നും ചേർത്തിട്ടില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 1/2 ടീസ്പൂണ് ലെമൺ ജ്യൂസ്. ഇതാ ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ നമ്മളെ നോർമൽ പശുവിൻ്റെ പാലാണ്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഉപയോഗിക്കാം കേട്ടോ. ഇത് ഉപയോഗിക്കാത്തവർക്ക്
അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് എല്ലാം എടുക്കാൻ പറ്റാത്ത ബാച്ചിലേഴ്സിനൊക്കെ തേങ്ങ എടുത്ത് ചിരണ്ടി പിയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര പാട്. അവർക്ക് നോർമൽ പാൽ ഉപയോഗിക്കാം. ഞാനിപ്പം സാധാ നമ്മളെ പാലാണ് ഉപയോഗിക്കുന്നത്. ഒരു 1/2 കപ്പ് ഉണ്ട്, ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചാൽ പിന്നെ അധികം തിളക്കരുതേ, തിളച്ചാൽ പിരിഞ്ഞു. തേങ്ങാപ്പാൽ ഉപയോഗിക്കുമ്പോൾ തന്നെ ഒന്ന് സൈഡിൽ കൂടെ ഒക്കെ തള വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യണേ. ഇതാ ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഇത്തിരി മല്ലിയിലയും ഒരു നുള്ള് നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കണ്ടേ. എന്നിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ കൂൺ കറി നല്ല ടേസ്റ്റി. ഇത് ഇത്തിരി ഇപ്പോൾ ഞാൻ ചോറിനാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത്തിരി ഒരു കറി പോലെയാണ് ഉണ്ടാക്കിയത്. കുറച്ചൊരു ലൂസായിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് കട്ടിയും കുറച്ച് അധികമൊക്കെ വേണമെങ്കിൽ ഒരു ഇത്തിരി ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല. ആ മല്ലിപ്പൊടി ഇടുന്ന സമയത്ത് തന്നെ 1 ടേബിൾ സ്പൂണോ ഒരു 2 ടീസ്പൂണൊക്കെ മൈദ ഇട്ടിട്ട് നന്നായിട്ട് മൈദ അങ്ങ് കൂടെ വഴറ്റിയെടുക്കണം. അപ്പം മൈദേൻ്റെ പച്ചച്ചോയൊന്നും ഉണ്ടാവില്ല. കണ്ടോ? അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും കണ്ടല്ലോ. അപ്പം ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റട്ടെ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.